ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ എന്ന് വന്നിട്ടുള്ളത്. ഒരു 2 നോമ്പ് തുറയുടെ അതും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെടികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാനും പിന്നെ പുല്ലുകളൊക്കെ ഒന്ന് പറിച്ച് മാറ്റണമൊക്കെ എന്നുള്ള ഒരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ 10 മണി 10:30 ആകുമ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പം അങ്ങനെ ഇത് തെച്ചിയാണ് കേട്ടോ. അതിൻ്റെ തെച്ചിയുടെ പേര് എനിക്ക് എന്താണെന്നറിയില്ല. തെച്ചി തന്നെ പറയുക. ഇപ്പോൾ വയലറ്റ് ഒരു കളറ് തെച്ചിയാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ കട്ട് ചെയ്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഓർക്കിഡിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ കണ്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എത്ര പറിച്ച് മാറ്റിയാലും പുല്ലൊന്നും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഇറങ്ങിയിട്ടുണ്ടാവും അവിടെ. അപ്പോൾ അതൊക്കെ കണ്ടില്ലേ, നിറയെ പുല്ലുകൾ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്, ഫുള്ള് പുല്ലുകൾ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാലാണ് ചെടിക്കൊന്നും കൂടി ഒരു ഉഷാറ് വരുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ചെടികളൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അങ്ങനെ ആ തെച്ചിയുടെ കൊമ്പൊക്കെ ഒന്ന് വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇതാ ഒരു സൈഡ് ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് പിന്നെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു സൈഡ്. അപ്പോൾ അങ്ങനെ അതാ അപ്പോൾ ഓർക്കിഡിൻ്റെ ഉള്ളിലത്തേതാ നിറച്ച് പുല്ലുകളാണ്. തീരെ പറിച്ചാലും കിട്ടില്ല, അങ്ങനത്തെ ഓരോ പുല്ലുകളാണ് അതിൻ്റെ ഇടയിലൊക്കെ വരുന്നത്. ഈ ചട്ടി ഇക്ക ഉണ്ടാക്കിയതാണ് കേട്ടോ, ഈ സിമെൻ്റ് കൊണ്ട്. കണ്ടില്ലേ, ആ ഒരു ചട്ടി മാത്രം. പിന്നെ ചിലതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഓർക്കിഡിൻ്റെ ഉള്ളിൽ ഇതുപോലെ പൂവിട്ടതിൻ്റെ ഉള്ളിലും അതേ നിറയെ പുല്ല് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഉള്ളിലത്തൊക്കെ പുല്ലുകളൊക്കെ പിച്ചി മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 10 മണിയാണ് കേട്ടോ. 10 മണി ഞാൻ ഇതിലും വീഡിയോ ചെയ്തിട്ടുണ്ട്. 10 മണിയുടെ നല്ല ഭംഗിയാണത് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണ കാണാൻ. ഒരു 10 മണിയാകുമ്പോഴല്ലേ അപ്പോൾ ഇത് വിരിഞ്ഞ് നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് ഒരു ചുങ്ങിയ പോലെ ആയിട്ട് കാണിക്കും. അപ്പോൾ അതാ 10 മണിയുടെ പൂവ് ഒരെണ്ണം വലിയത് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ 2-3 കളറാണ് പിന്നെ ഉണ്ടായിട്ടുള്ളത്. വെള്ള, ഒരു ഓറഞ്ച് പോലത്തെ കളറുണ്ട്, പിന്നെ മജന്ത, ഒരു റോസ്, അങ്ങനെ 2-4 കളറാണ്. അപ്പോൾ ഞാൻ വളം ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഉഷാറായതാണത്. എല്ലാവരും കുറേശ്ശെ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പണ്ടൊക്കെ ഈ ഒരു ചെടിക്ക് പറയുക എന്താണ് കൂത്താടിച്ച് പൂവെന്നല്ലേ. അതിൻ്റെ 2-3 തരം കളറുണ്ടായിരുന്നു, ഒക്കെ പോയി. അപ്പം അങ്ങനെ നിൽക്കാതെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഡ്രമ്മ് മുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഗപ്പിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിൽ കുട്ടികളൊക്കെ പാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ പോയിട്ടൊന്ന് വീഡിയോ എടുത്തത്. അതും കൂടെ കണ്ടില്ലേ, നിറയെ കുട്ടികളുണ്ടായിട്ടുണ്ട് ഈ ഗപ്പിയുടെ. ഗപ്പി എന്ന് പറയുന്നത് പെട്ടെന്ന് പിന്നെ പാറ്റണ മീനാണല്ലോ. അത് കാണാൻ നല്ല ഭംഗിയാണ്. നിറയെ കുട്ടികളായിട്ട് ഇങ്ങനെ പെട്ടെന്ന് പാറ്റും ചെയ്യും ആ മീൻ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ബക്കറ്റിലേക്ക് ഇട്ടിട്ട് വേറൊരു എക്കോറിയം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രിഡ്ജിൻ്റെ ഇതുണ്ട്. അപ്പോൾ അതിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇതാ വേറൊരു ഗോൾഡ് ഫിഷ് പോലത്തെ ചെറിയ ചെറിയ മീനുകളാണ്. അത് മൂടിയിട്ടതാണ്. ഈ പന്മേളൊക്കെ വന്നിട്ട് പെട്ടെന്ന് അത് കൊത്തിയിട്ട് കൊണ്ടുപോകുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നെറ്റിൻ്റെ ഈ ഇതുണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ട് ചുറ്റുഭാഗം ഇങ്ങനെ ഇതാക്കിയിട്ട് ഇട്ട് കൊടുത്തത് ഫുള്ളായിട്ട്. കണ്ടില്ലേ എങ്ങനെ. ഇല്ലെങ്കിൽ പൊന്മേള ഇടക്കിടക്ക് വന്നിട്ട് അതിന് എറ്റിക്കൊണ്ടുപോകും. അപ്പം അങ്ങനെ അതാ ഈ ഓർക്കിഡ് മഞ്ഞയായിരുന്നു ഇട്ടത്. ഒരുപാട് മഞ്ഞ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഓരോരുത്തർക്കും കൊടുത്ത് അത് ഇപ്പോൾ തീരെ ഇല്ലാണ്ടായി. അപ്പോൾ അങ്ങനെ അതാ കടലാസ് പൂവിൻ്റെയാണ് പിന്നെ ഓർക്കിഡുകൾ. അപ്പോൾ അങ്ങനെ പുല്ലൊക്കെ പിച്ചെടുത്തപ്പോൾ ഒന്നും കൂടി ഞാൻ വീഡിയോ ചെയ്തതാണ്. കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലത്തെ പുല്ലുകളാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ അത് അഡേണിയാണ്. അത് എല്ലാ കളറും ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 തരം കളറുള്ളൂ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിലാണ് ആ ഗപ്പി കുട്ടികളൊക്കെ കൊണ്ടിട്ടത്. അപ്പോൾ അങ്ങനെ അതൊക്കെ പിന്നെ ഈ നമ്മളെ ഈ തൂക്കിയിട്ട് ഇടില്ലേ ചെടികളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചതാണിത്. ചകിരിയില്ലേ, അതുകൊണ്ട് ഇതാ അതിൻ്റെ ഒക്കെ റെഡിയാക്കിയിട്ട് കമ്പിയൊക്കെ ഇട്ട് കെട്ടാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ കിച്ചണിൽ കയറി നിസ്കാരം എന്നൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോമ്പറക്കുമ്പോഴത്തേനുള്ള. അപ്പോൾ ഒരു ഉരുളൻകിഴങ്ങ് ഇരുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മല്ലിച്ചപ്പ് വെളിച്ചെണ്ണ കുക്കറിൽ ഒഴിച്ചിട്ട് മല്ലിച്ചപ്പും പിന്നെ ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയിട്ട് അതൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വേറെ കടലക്കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് തികയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ ഉരുളൻകിഴങ്ങൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയ ശേഷം ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും
ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വിസലടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വിസലടുപ്പിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാനാണ്. കടലക്കറി തന്നെ മതിയായിരുന്നു, പക്ഷേ തികയില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ കറിയും കൂടി ഉണ്ടെങ്കിൽ തികയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കറി വെച്ചതാണ്. അപ്പോൾ ഒരു വിസിലൊക്കെ ആയി തുറന്ന് നോക്കിയപ്പോൾ അത് കറിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇതിൽ തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നന്നായി തിളപ്പിച്ചെടുത്ത ശേഷം ഈ കട്ടിയിലായിട്ട് കിട്ടിയിട്ടുണ്ട്. തൈരാണ്, പുളിയില്ലാത്ത തൈരാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഇറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മല്ലിച്ചപ്പ് അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അപ്പോൾ കുക്കറിൽ ഉള്ള കറി ഉരുളൻകിഴങ്ങും കടലക്കറിയും കൂടെ ഉണ്ടാക്കിയത് കുറച്ചുണ്ടായിരുന്നതാണിത്. അപ്പോൾ അതൊന്ന് വീഡിയോയിൽ കാണിച്ചതാണ്. പിന്നെ മല്ലിച്ചപ്പും ചെറിയ ഉള്ളിയും പിന്നെ സുർക്കയും ഒക്കെ കൂടി അരച്ചിട്ട് ഒരു ബ്രെഡിൽ ഇതാക്കിയതാണ്. കോഴിമുട്ട ഉടച്ചൊഴിച്ചത് ഒന്ന് കലക്കിയിട്ടാണ് ഇതിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുന്നത്. 4 ബ്രെഡ് എടുത്തതാണ്. അപ്പോൾ അതിൽ നിന്ന് 4 ബ്രെഡ് കൊണ്ട് 8 കഷ്ണാക്കിയിട്ട് അതിൽ നിന്ന് 4 ബ്രെഡ് എടുത്തിട്ട് പച്ചമുളകും മല്ലിച്ചപ്പും ഉള്ളിയും ഉപ്പും സുർക്കയും കൂടിയിട്ട് അരച്ചിട്ട് അതിൽ മുക്കിയിട്ടാണ്. ഒരു കോഴിമുട്ട ഇട്ടുണ്ട് അതിൽ മുക്കിയെടുത്തതാണ്. പിന്നെ പഞ്ചസാരയും പിന്നെ ഏലക്കായും കൂടെ ഇട്ടിട്ട് അത് വേറെ 4 കഷ്ണം ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നോമ്പറക്കാനിരിക്കുകയാണ് എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ചിട്ട്. അപ്പോൾ നോമ്പറക്കലൊക്കെ കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ചായ കുടിക്കാൻ. അപ്പോൾ ഒന്ന് ചപ്പാത്തിയും ആ കറിയും കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ചപ്പാത്തി എല്ലാം ചൂടൽ കഴിഞ്ഞ് നന്നായിട്ട് പൊള്ളച്ചിട്ടൊക്കെ ഉണ്ട്. കണ്ടില്ല, നന്നായി പൊള്ളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കാനൊക്കെ മേശമ കൊണ്ടുവച്ചിട്ടുണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളും എനിക്കും മോനും ഒക്കെ എല്ലാവരും കൂടിയിട്ടാണ് ചായ കുടിക്കാതിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മീൻകറി മുളകിട്ടതുണ്ട്. പിന്നെ തേങ്ങാ ചമ്മന്തി, തേങ്ങയും മാങ്ങയും കൂടിയിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ട്. അപ്പോൾ അതും കൂടിയിട്ട് എല്ലാം കൂടി കൊടുന്ന് വെച്ചിട്ടാണ് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണത്. അപ്പം അങ്ങനെ മേശമ്മ കറി ഉരുളൻകിഴങ്ങിൻ്റെ കറിയും കടലക്കറി. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ താത്താടക്ക് പിറ്റേ ദിവസം നോമ്പറക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുത്തതാണ്. അപ്പോൾ കായ ബജി, മുളക് ബജി, അപ്പോൾ എല്ലാതും പൊരിച്ചെടുക്കൽ കഴിഞ്ഞ് നോമ്പറക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. പെങ്ങളെ വീട്ടിലാണ് ഇട്ടക്കാടെ. അപ്പോൾ അതെല്ലാതും ചെയ്യൽ കഴിഞ്ഞ് എല്ലാതും സെറ്റ് ചെയ്യാൻ നോമ്പറക്കണ്ട ഫ്രൂട്ട്സുകളും ബജികളും വെള്ളം കലക്കിയതും ജ്യൂസും എല്ലാതും ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇന്നത്തെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.